കയ്യിൽ ഇരിക്കുന്നത് എന്നിട്ടാന്ന് മനസ്സിലായി. ഇത് എന്റെ ചെറുപ്പകാലം തുടങ്ങിയുള്ള ഒരു ഫാന്റസി അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹമാണിത്. സാധാരണ ഒരു വഞ്ചിനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു വഞ്ചി ആക്കിയിട്ട് നമ്മൾ കയറി അതിൽ പോകാനുള്ള പ്ലാനാണ് നമ്മളിന്ന് സെറ്റ് ആക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ മോട്ടർ, അതുപോലെ തന്നെ ബാറ്ററി, കൺട്രോളർ, ത്രോട്ടിൽ, ഇത്ര സാധനങ്ങൾ നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 mm ഷാഫ്റ്റ് മതി നമ്മൾ നമ്മുടെ ബൈക്കിന്റെ ഒക്കെ സ്പ്രോക്കറ്റ് ഇല്ലേ അത് നടുക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ മോട്ടർ വെക്കാനുള്ള നേരായിക്കാണ്. നമ്മുടെ മോട്ടർ എടുത്ത് നേരെ ഇതിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. ഇനി ഇത് നമ്മുടെ മോട്ടറും ഇതേപോലെ തന്നെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണേ. അടിപൊളി മക്കളെ. അപ്പൊ ഇനി നമ്മുടെ ജലചക്രം ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ നമ്മള്. അങ്ങനെ നമ്മുടെ ഫ്ലൈവുഡിൽ 2 റിംഗ് നമ്മൾ കട്ട് ചെയ്തെടുത്തു, റിംഗല്ല വട്ടങ്ങൾ. ഇനി ഇതിലേക്കുള്ള പങ്കായ കാലുകൾ നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ നോക്ക് മക്കളെ, നമ്മുടെ ഫ്ലൈവുഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 2 ജലചക്രങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ജലചക്രങ്ങളാണ് നമ്മുടെ വഞ്ചിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ പങ്കയ്ക്ക് ഒരു ചുമപ്പ കളറുണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ നമ്മളുടെ ചക്രത്തുമ്മയ്ക്കുള്ള അറ്റാച്ച്മെന്റുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവരെ നേരെ എടുത്തിട്ട് നമ്മളുടെ ഇവിടെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ മോട്ടറൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മൾ കയറ്റാൻ പോവാൻ കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ ജലചക്രം നമുക്കൊന്ന് കറക്കി നോക്കിയാലോ. അപ്പൊ നമ്മൾ ത്രോട്ടിന് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താവും നോക്കട്ടെ. റെഡി? അടിപൊളി. നമ്മളൊരു തൊണ്ട് ത്രോട്ടിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുത്തപ്പോഴേക്കും നിന്ന് കറങ്ങണ എങ്ങനെയാന്ന് നോക്കി. അപ്പൊ ഈ കാണുന്ന വാല് വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ നമ്മുടെ വഞ്ചിയുടെ ദിശ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമ്മളുടെ ചക്രം നേരെ നമ്മള് ഷാഫ്റ്റിലേക്ക് കയറ്റി വെക്കുകയാണേ. ഒറ്റ കയറ്റില്ല. 1 2 3 കയറ്റിക്കോ. അങ്ങനെ വെച്ചാൽ മതി. നമ്മളുടെ കുറെ നേരത്തെ പണി, ഏകദേശം ഒരു 3-4 ദിവസത്തെ പണിയാണ് ഈ. പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു യന്ത്രവൽകൃത വജ്ജി എങ്ങനെയാണ് ഓടുന്നത് നോക്കിയാലോ. ഓക്കെ അല്ലേ? റെഡി? 1 2 3 ഗോ. അടിപൊളി. ഇതേ നോക്ക് മക്കളെ, നോക്കിയേ സംഭവം വർക്കിംഗ് കേട്ടോ. നോക്ക് മക്കളെ, നമ്മുടെ വഞ്ചി ഓർഡർ നോക്കി എന്ത് രസമായിട്ടാണ്. മക്കളെ, കേരളത്തിൽ നിങ്ങളൊക്കെ അടുത്തൊരു വള്ളം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ വള്ളം ഇപ്പൊ എന്റെ കയ്യിലിരിക്കുകയാണ്, വേറെ ആരുടെ കയ്യിലുമില്ല. ഈ സാധനം പൊള്ളിയിട്ടാ നോക്കി എന്തോരം നേരെന്ന് പറയാം നമ്മളിത് ഓടിച്ചു നടക്കണേ. അപ്പൊ മക്കളെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായിരുന്നു. സ്വപ്ന സാക്ഷാത്കാരം.